അടിക്കണം. ഹലോ. ഓക്കെ, അപ്പൊ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് റീനൽ ഇഞ്ചുറി. അതിന് പണ്ടത്തെ പേര് അക്യൂട്ട് റീനൽ ഫെയിലിയർ കട്ടാവുകയാണെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇറ്റ്സ് എ ക്ലിനിക്കൽ സിൻഡ്രോം. അതൊരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് അല്ല, ഒരു ക്ലിനിക്കൽ സിൻഡ്രോം ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ റിവേഴ്സിബിൾ ഇമ്പയർമെന്റ് ഓഫ് റീനൽ ഫംഗ്ഷൻ ഡെവലപ്സ് ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പൊ അക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഡൻ ആണ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ കിഡ്നി ഇഞ്ചുറി ആണ്. അക്യൂട്ട് റിവേഴ്സിബിൾ ഇമ്പയർമെന്റ് ഓഫ് റീനൽ ഫംഗ്ഷൻ ഡെവലപ്സ് ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വിത്ത് ഓർ വിത്തൗട്ട് ഒളിഗ്യൂറിയ ഓർ അനൂറിയ. എല്ലാ കേസിലും കാണണമെന്നില്ല, ഒളിഗ്യൂറിയ ഒരു അനൂറിയ ഉണ്ടാവാം. പിന്നെ എപ്പോഴും റീടെൻഷൻ ഓഫ് നൈട്രോജനസ് വേസ്റ്റ്, അതിനാണ് അസോട്ടീമിയ എന്ന് പറയുന്നത്. അസോട്ടീമിയ ആൻഡ് മെറ്റബോളിക് ഡിറേഞ്ച്മെന്റ്സ്, മെറ്റബോളിക് അസിഡോസിസ്, പിന്നെ ഹൈപ്പർ കലീമിയ, ഹൈപ്പർനെട്രീമിയ, അതൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവണ. ഹലോ. ഓക്കെ, ഡെഫിനേഷൻ പറയുമ്പം അക്യൂട്ട് ആയതുകൊണ്ട് ആണ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ്. പിന്നെ ഈ റീനൽ ഇഞ്ചുറി റിവേഴ്സിബിൾ ആണ്, ഓഫൻ റിവേഴ്സിബിൾ ആണ്. ആ ഒരു പോയിന്റ് ഓർത്ത്. പിന്നെ എന്താണ്, പിന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ട് ഒളിഗ്യൂറിയ അനൂറിയ ഉണ്ടാവാം, അസോട്ടീമിയ ഉണ്ടാവാം. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ കിഡ്നി, പിന്നെ ഇങ്ങനെ നമ്മുടെ ലൂപ്പൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇതിന്റെ എഫറന്റും ഇത് എഫറന്റ്, ഈ എഫറന്റ് ഇങ്ങനെ പോയിട്ടാണ് വാസാറക്ട് ആവുന്നത്. ഇതിനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ട്യൂബ്യൂളിന്റെയും വാസാറക്റ്റിന്റെയും ഇടയിലുള്ള ഈ ഒരു സ്പേസിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ ആ ഒരു സ്പേസിന് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇത് ഗ്ലോമറുലൈ, ഇത് മറ്റേ സാധനങ്ങളൊക്കെ. പിന്നെ അതിനകത്തുള്ള മറ്റേ സ്റ്റെപ്സ് ഒക്കെ ഫിൽട്രേഷൻ, സെക്രീഷൻ, റീഅബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ, അതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിയൻ, ക്രിയാറ്റിനും ഒക്കെയാണ്. യൂറിയ എന്ന് പറയുന്നത് അമോണിയയുടെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്നതും, ക്രിയാറ്റിനും സ്കെലിറ്റൽ മസിലിന്റെ പ്രോട്ടീൻ അതിൽ നിന്ന് പറഞ്ഞാണ്. അക്യൂട്ട് കിഡ്നി ഉണ്ടായിരുന്നു. കിഡ്നിയുടെ യൂറിയൻ ക്രിയാറ്റിൻ ഇങ്ങനെ കൂടെ വരും, പക്ഷെ അവർക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റൂല. തിരിച്ച് ഇത് എഫറന്റ് വഴി. എവിടം വരെ കേട്ടു? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് വരുന്നു. മനസ്സിലായോ? നീ പറഞ്ഞു. ഹലോ, പറഞ്ഞു. ഓക്കെ. നൈട്രജൻ എഫറന്റ് വഴി വന്നിട്ട് ഈ ട്യൂബ്യൂൾസിന്റെ അവിടെ കയറിയിട്ട് അങ്ങോട്ട് വരാൻ പറ്റൂല, ഫിൽട്ടർ ചെയ്യാൻ പറ്റൂല. എന്നിട്ട് എഫറന്റ് വഴി തിരിച്ചു പോകും. ഓക്കെ, അങ്ങനെ അത് തിരിച്ച് ബ്ലഡിൽ പോയിട്ട് അങ്ങനെയാണ് ബ്ലഡിൽ റൈസിങ് യൂറിയ ക്രിയാറ്റിനിൻ ഉണ്ടാവുക. പിന്നെ ഇവിടെ കയറി ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തതിന്റെ കോസസ് ഒന്നെങ്കിൽ റെഡ്യൂസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവാം. റെഡ്യൂസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഇപ്പൊ നമ്മൾ ഗ്ലോമറുലേ അല്ലേ, ഇവിടെ കുറെ ബ്ലഡ് ഉണ്ട്, അപ്പൊ അവർക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇല്ലേ, അത് കുറയുവാണെങ്കിൽ ഫിൽട്രേഷൻ പോസിബിൾ അല്ല. അല്ലെങ്കിൽ എന്താണ്, ഓങ്കോട്ടിക് പ്രഷറിന്റെ ഇൻക്രീസ്ഡ് ഓങ്കോട്ടിക് പ്രഷർ കൊണ്ടും ആവാം. അല്ലെങ്കിൽ ഇവിടുന്ന് ബാക്ക് പ്രഷർ വരാമല്ലോ, ബാക്ക് പ്രഷർ കൂടിയാലും അത് ഫിൽട്രേഷന് ഹിൻഡർ ചെയ്യും. ഓക്കെ, ഈ 3 റീനൽ കോസ്. ഓക്കെ. ഹലോ. ഓക്കെ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇറ്റിയോളജി ഓഫ് ഈ അക്യൂട്ട് റീനൽ ഫെയിലിയർ പഠിക്കണം. അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം ഇതാണ് പ്രീ റീനൽ, റീനൽ ആൻഡ് പോസ്റ്റ് റീനൽ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചേക്കുന്നതായിരിക്കും നല്ലത്. പ്രീ റീനൽ എന്ന് വെച്ചാൽ നമുക്ക് അസ്യൂം ചെയ്യാം പ്രീ റീനൽ, അപ്പൊ കിഡ്നിക്ക് മുമ്പാണ്. അപ്പൊ ഈ വെസലിനൊക്കെയാണ് കുഴപ്പം വരുന്നത്. കാർഡിയാക് ബ്ലഡ് വരുന്നില്ല, ഇംപെയർഡ് പെർഫ്യൂഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ കോസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കാർഡിയാക് ഫെയിലിയർ കൊണ്ട് പെർഫ്യൂഷൻ ഇമ്പയർ ആവാം, അല്ലെങ്കിൽ സെപ്സിസ്, ഹൈപ്പോവോളിമിക് ഷോക്ക് ഒക്കെ വന്നിട്ട് വരാം, ബ്ലഡ് ലോസോ ഡീഹൈഡ്രേഷനോ അതൊക്കെ വരുമ്പോൾ ഇവിടേക്ക് ബ്ലഡ് വരില്ലല്ലോ. പിന്നെ ഇവിടെ വെസലിന് ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, പെർഫ്യൂഷൻ, കിഡ്നിക്ക് ബ്ലഡ് കിട്ടൂല. പിന്നെ വേറെ കോസസ് എന്ന് പറയുന്നത് ഡ്രഗ്സ് കോസ് ചെയ്യാം. ഡ്രഗ്സ് എന്ന് വെച്ചാൽ AC ഇൻഹിബിറ്റേഴ്സും ഡയൂററ്റിക്സും ഒക്കെ വേണമെങ്കിൽ ഇത് കോസ് ചെയ്യാം. AC ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ആൻജിയോടെൻസിൻ 2 ഇല്ലേ, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇല്ലേ ACE, ആൻജിയോടെൻസിൻ 2 ഉണ്ടാക്കുന്ന സാധനമാണ് AC. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ആൻജിയോടെൻസിൻ 2 ഉണ്ടാക്കൂലേ. ആൻജിയോടെൻസിൻ 2 ആണ് നമ്മുടെ ഇപ്പം ഇതിപ്പോ എഫറന്റ് ആർട്ടീരിയോൾ കാണില്ലേ, ആൻജിയോടെൻസിൻ 2 വാസോ കൺസ്ട്രിക്ട് ചെയ്യുന്ന സാധനമാണ് എഫറന്റ് ആർട്ടീരിയോളിനെ.
ഓക്കെ. അപ്പം ഇവരെന്ത് AC ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ വാസോ കൺസ്ട്രക്ഷൻ പകരം നടക്കൂല. അപ്പൊ എന്താ ഡയലേറ്റ് ആയിട്ട് എല്ലാ ബ്ലഡും അതിൽ കൂടെ പെട്ടെന്ന് തിരിച്ചു പോകും. ഓക്കെ. അപ്പം ഗ്ലോമറിലെ ഫിൽട്രേഷൻ റേറ്റ് കുറയും, ഫിൽട്ടർ ചെയ്യാൻ പറ്റൂല. പിന്നെ ഡയോററ്റിക്സ് ആക്ട് ചെയ്യുന്നത് ഡയോറസിസ് കോസ് ചെയ്യും. അങ്ങനെ പ്ലാസ്മ വോളിയം കുറഞ്ഞിട്ട് ഗ്രാജുവലി റീനൽ ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെയാണ് ഡയോററ്റിക്സ് ആക്ട് ചെയ്യുക. ഓക്കെ. അത് 2 ഡ്രഗ്സ് ആണ് പ്രീ റീനൽ കോസ് ചെയ്യുന്നത്. അപ്പൊ പ്രീ റീനലിലെ കോസസ് മെയിൻലി ഇമ്പയർഡ് പെർഫ്യൂഷൻ ആണ്. ഇമ്പയർഡ് പെർഫ്യൂഷൻ കോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ കാർഡിയാക് ഫെയിലിയർ, ബ്ലഡ് ലോസ്, ഡീഹൈഡ്രേഷൻ, ഡയറിയ, വോമിറ്റിംഗ്, ട്രോമ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റേ ഹിഡൻ ഇപ്പം അബ്ഡോമിനലിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയില്ലല്ലോ. അങ്ങനത്തെയൊക്കെ വാസ്കുലർ ഒക്ലൂഷൻ, ത്രോംബോസിസ് ഒക്കെ വരുവാണെങ്കിൽ വാസ്കുലർ ഒക്ലൂഷൻ, അതൊക്കെയാണ് പ്രീ റീനൽ കോസസ്. റീനൽ എന്ന് വെച്ചാൽ കിഡ്നിയുടെ കുഴപ്പം കൊണ്ടിട്ട് ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് 4 നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്ന ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഓക്കെ. അത് പറഞ്ഞുതരാം. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കൊണ്ട് ഉണ്ടാവാം, വാസ്കുലൈറ്റിസ് കൊണ്ടിട്ടുണ്ടാവാം, കിഡ്നിയിലകത്തുള്ള സ്മോൾ വെസലിൽ വാസ്കുലൈറ്റിസ് വരാം, അല്ലെങ്കിൽ കിഡ്നിയിലെ ട്യൂബ്യൂൾസ് ഇല്ലേ, PCT, DCT, അതിനൊക്കെ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് സംഭവിക്കാം. അതിന്റെ കോസസ് എന്ന് പറയുന്നത് ആ ട്യൂബ്യൂൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനങ്ങളാണ് ഡ്രഗ്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, NSAIDs, റേഡിയോ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ഡൈസ് ഒക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ. പിന്നെ ടോക്സിൻസ്, മെത്തനോളും ഡയത്തിന് അതൊന്നും വേണ്ട, പേരൊന്നും വേണ്ട. പിന്നെ പ്രൊലോങ്ഡ് ആയിട്ട് ഹൈപ്പോടെൻഷൻ വരുവാണെങ്കിൽ ബ്ലഡ് അതിൽ കൂടെ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ട്യൂബുലർ എപ്പിത്തീരിയൽ സെൽസ് തന്നെ ഡാമേജ് ആയിപ്പോ. അതൊക്കെയാണ് ട്യൂബുലർ നെക്രോസിസിന്റെ കോസസ്. പിന്നെ ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് ഉണ്ട്. ആ ഇന്റർസ്റ്റൈസ് എന്ന് പറഞ്ഞ ഒരു സ്പേസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ട്യൂബ്യൂളിന്റെ വാസറക്റ്റയുടെ ഇടയില് അവിടെ ഇൻഫ്ലമേഷൻ വന്നിട്ട്. ഹലോ, അവിടെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് കോസ് ചെയ്യും. അപ്പൊ അവിടെ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് പെൻസിലിൻ, പിന്നെ ഡയോറിറ്റിക്സ്, NSAIDs, പിന്നെ ഒരു ട്യൂമർ ലൈസൻസ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ടോക്സിൻസിന് ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് ഉണ്ടാക്കാം. അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ അത് കോസ് ചെയ്യാം. ഇതൊക്കെയാണ് ഗ്ലോമറൽ റീനൽ കോസസ്, കിഡ്നിയുടെ കോസസ്. പിന്നെ പോസ്റ്റ് റീനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിഡ്നി കഴിഞ്ഞിട്ട് ആ ഫിഗറിന്റെ താഴേക്കുള്ള സ്ഥലമില്ലേ, അവിടെയൊക്കെ വരുന്ന എന്ത് കണ്ടീഷനും പോസ്റ്റ് റീനൽ കോസസ് ആണ്. അവിടെ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ ബാക്ക് ഫ്ലോ, അതുവഴി പോകാൻ പറ്റുന്നില്ലല്ലോ യൂറിന്. അപ്പം അവിടെ പ്രഷർ കൂടും. ആ ലുമനിൽ ഇപ്പൊ യൂറിറ്ററിലാണ് ബ്ലോക്ക്, ഒരു സ്റ്റോൺ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രഷർ കൂടിയിട്ട് ബാക്ക് ഫ്ലോ ഓഫ് യൂറിൻ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്ന് ഗ്രാജുവലി നമ്മുടെ കിഡ്നിയിൽ പ്രഷർ കൂടിയിട്ട് ഹൈഡ്രോ നെഫ്രോസിസ് ഉണ്ടായി അത് വന്നിട്ട് നമ്മുടെ കിഡ്നിനൊക്കെ ഡാമേജ് ചെയ്യണം അതിന്റെ മെക്കാനിസം. ഓക്കെ. അപ്പൊ പോസ്റ്റ് റീനലിൽ എന്തൊക്കെയാണ് ഒബ്സ്ട്രക്ഷൻ? മെയിൻലി ഒബ്സ്ട്രക്റ്റീവ് കോസ് ആണ് പോസ്റ്റ് റീനലിൽ. അത് കോസ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം യൂറിനറി കാൽക്കുലേ. എന്താണ്, ഇവിടെ ഒരു സ്റ്റോൺ വന്നു, ബയലാറ്ററൽ യൂണിലാറ്ററൽ യൂറിനറി കാൽക്കുലേ വരാം, അല്ലെങ്കിൽ റിട്രോപെരിറ്റോണിയൽ ഫൈബ്രോസിസ്. പിന്നെ ഇവിടെ പ്രോസ്റ്റേറ്റ് ഉണ്ടല്ലോ, ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റോ അതിന്റെ ക്യാൻസറോ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, പിന്നെ യൂറിത്രൽ സ്ട്രിക്ചർ വന്നു, ഫൈമോസിസ് അങ്ങനെ എല്ലാം, അല്ലെങ്കിൽ യൂറിത്രൽ സ്റ്റീനോസിസ്, അവിടെ സ്റ്റോൺ വരും, ന്യൂറോജനിക് ബ്ലാഡറിൽ ക്യാൻസർ വന്നിട്ട് ഇവിടെ ഒക്ലൂഡായി പോവുക, അങ്ങനത്തെ എന്ത് കേസ് വന്നാലും യൂറിൻ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല, ബിക്കോസ് ഇവിടെയൊക്കെ സ്റ്റോണൊക്കെ വന്ന് നിൽക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഗ്രാജുവലി പ്രഷർ കൂടും. ഇവിടെ പ്രഷർ കൂടിയിട്ട് ലാസ്റ്റ് കിഡ്നിക്കും ഭയങ്കര പ്രഷറായിട്ട് ഹൈഡ്രോ നെഫ്രോസിസ് വരും. അപ്പൊ എന്താ വെച്ചാൽ ഈ ബ്ലഡിന് ഫിൽട്ടർ ചെയ്യാനും പറ്റൂലല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇത് ഗ്ലോമറിലാണ് ബാക്ക് പ്രഷർ വരിക, അപ്പൊ ഇതുവഴി ഇങ്ങനെ ഫിൽട്രേഷൻ നടക്കൂല, അങ്ങനെ ഡാമേജ് ഉണ്ടാവണേ. അപ്പോഴും യൂറിയ ക്രിയേറ്റിൻ എല്ലാം കൂടും. അപ്പൊ എല്ലാ കേസിലും യൂറിയ ക്രിയേറ്റിനും ബ്ലഡിൽ കൂടും ഓർക്കാം. ഓക്കെ. ഹലോ, ഈ പടത്തിലൊന്ന് ഓർത്തോട്ടോ. എഫറന്റ് ആർട്ടീരിയോളിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ NSAIDs പ്രോസ്റ്റഗ്ലാൻഡിൻസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇപ്പൊ NSAIDs ഈ പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആണ് വാസോ ഡയലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കുറെ NSAID ഒക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു പേഷ്യന്റിനകത്ത് എന്ത് പറ്റും, വാസോ ഡയലേഷൻ നടക്കാണ്ട് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഈ കുറെ നാൾ NSAID ഒക്കെ എടുക്കുന്ന ഒരു പേഷ്യന്റിനകത്ത് കിഡ്നി ഇഞ്ചുറി ഉണ്ടാവാം. പ്രീ റീനലില് ഇത് ഇൻട്രാ റീനലില് ഓർക്കാൻ പറ്റിച്ചാല് നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. ഇൻട്രാ റീനലില് ഒന്ന് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, അവിടെ പിന്നെ ട്യൂബുലർ ഡിസീസ് വരാം. അത് നേരത്തെ പറഞ്ഞ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ്, ഇൻഫെക്ഷൻ, ടോക്സിൻസ്, കുറെ ഡ്രഗ്സ് ഒക്കെ. പിന്നെ ഇന്റർസ്റ്റീഷ്യൽ ഡിസീസ് കോസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇഷീമിയ, ഇൻഫെക്ഷൻ, ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സും ഡ്രഗ്സും. വാസ്കുലർ കോസസ് പറഞ്ഞില്ലല്ലോ. വാസ്കുലർ കോസസ് എന്ന് പറയുന്നത് സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ്, മൈക്രോ ആൻജിയോപത്തിക് ഹീമോലിറ്റിക് അനീമിയ, അതെന്ന് പറയുന്നത് ത്രോംബോസൈറ്റോപെനിക് പെർഫ്യൂറിൻ ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെയാണ് വാസ്കുലർ കോസസ് ഓഫ് ഇൻട്രാറീനൽ ARI. ഓക്കെ. പിന്നെ പാത്തോളജിയിൽ പാത്തോഫിസിയോളജി പറയുമ്പം പ്രീ റീനൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ മതി.
പ്രീ റീനലിൽ എന്ത് പറ്റും? പ്രീ റീനൽ കണ്ടീഷൻസ്. അപ്പൊ എന്താണ്? ഹൈപ്പർ വോളിയമിയാണ് അതിന്റെ കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ വോളിയം കിഡ്നിക്ക് ബ്ലഡ് കിട്ടണല്ലോ. അപ്പൊ റീനൽ ഹൈപ്പർ പെർഫ്യൂഷൻ, അങ്ങനെ റീനൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് ഗ്ലോമറുല ഫിൽട്രേഷൻ റേറ്റ് ഒക്കെ കുറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു കിഡ്നിക്കകത്ത് ട്യൂബ്യൂൾസ് നെക്രോസ് ടൈപ്പ് പോകും. അങ്ങനെ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ്, ആർക്കും ഫുഡ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ട്യൂബ്യൂൾസ് നെക്രോസ്ഡ് ആയിട്ട് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് വന്നിട്ട് ഇഞ്ചുറി ഉണ്ടായി. അതാണ് പ്രീ റീനലിലെ പാത്തോഫിസിയോളജി. റീനലിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ 4 കോസസ്, ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് കൊണ്ടുണ്ടാവാം, ട്യൂബ്യുലർ നെക്രോസിസ് വരാം, ഇന്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ വാസ്കുലർ കോസസ്. ഈ 4 കോസസ് വരുമ്പോഴേക്കും എന്ത് പറ്റും? ട്യൂബ്യൂൾസിന് ഡാമേജ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഓക്കെ ഇത് നോക്കൂ, ഇതാണ് റീനൽ കോസ് പാത്തോഫിസിയോളജി. ഇപ്പൊ അങ്ങനെ ഒരു ഡാമേജ് ട്യൂബ്യൂൾ ഉണ്ടായി. ഈ 4 കോസസ് കണ്ടിട്ടും ട്യൂബ്യുലർ നെക്രോസ്ഡ് ആയി. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ കിട്ടിയില്ലേ? എന്നിട്ട് അതുവഴി ട്യൂബുലർ സെൽസ് ഒക്കെ നെക്രോസ്ഡ് ആയിട്ട് അവർ ഇതിലേക്ക് വരും, നമ്മുടെ ട്രാക്റ്റിലേക്ക് കയറും, ലൂമനിലേക്ക് വരും. എന്നിട്ട് ഈ ട്യൂബുലർ സെൽസ് അവിടെ ഇരുന്നിട്ട് എപ്പിത്തീലിയൽ കാസ്റ്റ് ആയിട്ട് അവിടേക്ക് ഇരിക്കാതെ യൂറിനിൽ കൂടെ എപ്പിത്തീലിയൽ കാസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ട്യൂബുലർ സെൽസ് നോർമൽ ലൂമന്റെ ഒരു കോമ്പണന്റ് അല്ലല്ലോ. എന്നിട്ട് നമ്മുടെ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഈ എപ്പിത്തീലിയം ഉണ്ടല്ലോ, അവർ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും, ന്യൂട്രോഫിൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ന്യൂട്രോഫിൽസ്, ഇത് വാസറക്റ്റ് ആണ്, വാസറക്റ്റ് വഴി ന്യൂട്രോഫിൽസ് ഇങ്ങോട്ടേക്ക് വരും. കട്ടായോ? ഇല്ലടി. ഓക്കെ, അപ്പൊ ഈ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽസ് പോയിട്ട് ഇൻഫ്ലമേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു, ന്യൂട്രോഫിൽസ് ഒക്കെ റെഡി ആയിട്ട് വാസറക്റ്റിൽ ഇരിപ്പുണ്ടല്ലോ, ഇപ്പം ചോദിച്ചാലും പറയാൻ. എന്നിട്ട് അവർ വന്നിട്ട് ഇതിലേക്ക് ട്യൂബ്യൂളിലേക്ക് ന്യൂട്രോഫിൽസ് വന്നിട്ട് അവർ ഈ നമ്മുടെ ല്യൂക്കോസൈഡ് WBC കാസ്റ്റ് ആയിട്ട് അവർ വരും. WBC കാസ്റ്റ് ആയിട്ട് വന്നിട്ട് അവരും ഫർദർ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യും. ഇൻഫ്ലമേഷൻ ഏജൻസ് ആണ്, പ്രൈമറി ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്ന ഏജൻസ് അല്ലേ ന്യൂട്രോഫിൽസ്. അവരും ഫർദർ ഇൻഫ്ലമേഷൻ കോസ് ചെയ്ത് പിന്നെയും ഫർദർ ട്യൂബുലർ ഡാമേജ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ ട്യൂബുലർ ഈ നമ്മുടെ ഗ്ലോമറുലർ നെഫ്രൈറ്റിസിലൊക്കെ ആണെങ്കിൽ ഗ്ലോമറിലേക്ക് ഇൻഫ്ലമേഷൻ അല്ലേ, അപ്പൊ നമ്മുടെ RBC ഒക്കെ പെട്ടെന്ന് ലീക്ക് ആയിട്ട് ഇതിലേക്ക് വരും, ലൂമനിലേക്ക് വന്നിട്ട് അവർ RBC കാസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെന്താണ് ഇന്റർസ്റ്റീഷ്യത്തിന്റെ കാര്യം? ഇന്റർസ്റ്റീഷ്യത്തിലാണെങ്കിൽ എന്താ ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോൾ അവർ എല്ലാ ഇൻഫ്ലമേഷനിലും ന്യൂട്രോഫിൽസ് വന്നിട്ടാണ് ആക്ട് ചെയ്യണേ. അങ്ങനെ അവിടെ ന്യൂട്രോഫിൽസ് വരും, എല്ലായിടത്തും ന്യൂട്രോഫിൽസ് ആക്ടിവേറ്റ് ആവും. ഇൻഫ്ലെയിംഡ് വെസലാണെങ്കിൽ ന്യൂട്രോഫിൽ ആക്ടിവേറ്റ് ആയിട്ട് ഇൻഫ്ലമേഷൻ കോസ് ചെയ്ത് ഫർദർ ഡാമേജ്. അതാണ് റീനൽ സാധനത്തിന്റെ പാത്തോഫിസിയോളജി. ഇനി പോസ്റ്റൽ ഡ്രഗ്സ് എന്താണ്? ഈ ഡ്രഗ്സ് ഒക്കെ ഇല്ല, കുറെ ഡ്രഗ്സ് പറഞ്ഞില്ലേ, NSAID കാര്യങ്ങൾ, അത് ഇതൊക്കെ എല്ലാ ഡ്രഗ്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, അതൊക്കെ എന്താണ് ഒരു മൊത്തത്തിലുള്ള ഒരു കംപ്ലീറ്റ് എപ്പിത്തീലിയൽ ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുക. ഒരു ലോക്കലൈസ്ഡ് അല്ല, മൊത്തത്തിലായിട്ടുള്ള എപ്പിത്തീലിയൽ ഡാമേജ് ആണ് ഉണ്ടാക്കുക. പിന്നെ പോസ്റ്റ് റീനൽ എന്ന് പറയുമ്പോൾ പറഞ്ഞു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ കൊണ്ടിട്ടാണ്. അങ്ങനെ താഴെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ഇൻട്രാലൂമിനൽ യൂറിട്രൽ പ്രഷർ കൂടും. അങ്ങനെ ആ പ്രഷർ മേലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് നെഫ്രോണിന്റെ പ്രഷർ കൂടും. അങ്ങനെ ഹൈഡ്രോ നെഫ്രോസിസ് ഒക്കെ വരും. അതാണ് പോസ്റ്റ് റീനലിന്റെ പാത്തോഫിസിയോളജി. ഇതിന് 4 ഫേസ് ആയിട്ട്, ടെക്സ്റ്റിലില്ല, ഗൂഗിളിൽ നിന്ന് കിട്ടിയത്, 4 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണേ. ഓൺസെറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ സെറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ബ്ലഡ് ലോസ് നടന്ന ഫേസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡ്രഗോ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നിട്ട് റീനൽ ഇഞ്ചുറി ഉണ്ടാവുന്ന ഒരു ഫേസ്, അല്ലെങ്കിൽ ആദ്യം കോസ് ചെയ്യുന്ന ഫേസിലെ ഓൺസെറ്റ് ഫേസിന്, അതാണ് ഓൺസെറ്റ് ഫേസ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3 to 10 days ഒക്കെ കഴിയുമ്പോൾ ഒരു ഒളിഗ്യൂറിക് ഫേസ്. അപ്പൊ എന്ത് പറ്റും? ഒളിഗ്യൂറി ഉണ്ടാവും, കിഡ്നിക്ക് അധികം ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒളിഗ്യൂറിക് ഫേസ് വരും. പിന്നെ നമ്മൾ ഒന്നെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ ഒളിഗ്യൂറിക് ഫേസിൽ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ ഡയററ്റിക്സ് ഒക്കെ കൊടുത്ത് ബാക്കി മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ കറക്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡയററ്റിക് ഫേസ് വരും. ഈ ഡയററ്റിക് ഫേസ് മരുന്ന് കൊടുക്കാണ്ട് തന്നെ ട്യൂബുലർ സ്കാറിങ്ങിന്റെ ഒരു ഫേസ്, ഇപ്പൊ നമ്മൾ ട്യൂബ്യൂൾസിന് ഇഞ്ചുറി ഉണ്ടായിട്ട് അവർ അവിടെ ഹീൽ ചെയ്യുമല്ലോ, സ്കാറിങ് ഫേസ് ഒക്കെ വരുവാണെങ്കിൽ ആ സ്കാറിങ് ഫേസിനകത്ത് എന്ത് പറ്റും? റീഅബ്സോർപ്ഷൻ ഓഫ് യൂറിൻ നടക്കില്ല. സൊല്യൂട്ട്സും സാധനങ്ങളും വാട്ടറും സോൾട്ടിന് റീഅബ്സോർപ്ഷൻ നടക്കാണ്ട് അവിടെയും ഒരു ഡയൂറിസിസ് വരും ട്യൂബുലർ സ്കാറിങ് നടക്കുമ്പോൾ. പിന്നെ ഒരു ഫേസ് ആണ് റിക്കവറി ഫേസ്, ലാസ്റ്റത്തെ ഒരു ഗ്രാജുവൽ, കുറെ വർഷങ്ങൾക്ക് എടുക്കും റിക്കവറി നടക്കാനായിട്ട്. അങ്ങനത്തെ ഒരു ഫേസ്. ഓക്കെ, എന്നിട്ട് ഈ കാസ്റ്റിനൊക്കെ വന്നിട്ട് ഈ ട്യൂബുലർ സെൽസും കാസ്റ്റിന് വേണ്ടി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം, ട്യൂബുലർ സെൽസിനകത്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. പിന്നെ ഇതാണ് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് നടന്ന. ബി എന്ന് പറയുന്നത് ബേസ് മെംബ്രെയിനും ഐ ഇന്റർസ്റ്റീഷ്യം ആണ്. ബേസ്മെന്റ് മെംബ്രെയിന്റെ കണ്ടിന്യൂറ്റി പോയിക്കണുണ്ടോ, പൊട്ടിയിരിക്കണുണ്ടോ? ഫ്രാക്ചർഡ് ബേസ് മെംബ്രെയിൻ
ഇങ്ങനെ ഇത്രേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇൻഡസ്ട്രി എഡിമ ഉണ്ടാവും, ഇൻഫർമേഷൻ വന്നിട്ട് ഇൻഡസ്ട്രി എഡിമ ഉണ്ടാവും. അതൊരു ഹിസ്റ്റോളജിക്കൽ പടം വേണമെങ്കിൽ വരയ്ക്കാം. ഇനി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കുറെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. റൈൽസ് ക്രൈറ്റീരിയ ഉണ്ട്, ഒരു ഡിഗോ ക്രൈറ്റീരിയ ഉണ്ട്, പിന്നെ ഒരു AKIN ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് റൈഫിൾ ക്രൈറ്റീരിയ അതാണ് നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട്. റൈഫിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് ഇതിനകത്ത് R എന്ന് പറയുന്നത് റിസ്ക്, RIFLE അതാണ് ഈ റൈഫിൾ എന്ന് പറയുന്നത്. R for risk, I for injury, F എന്ന് പറഞ്ഞാൽ പിന്നെ ഫെയിലിയർ ആയി, ലോസ് ഓഫ് ഫങ്ഷൻ, L ഈ എൻ സ്റ്റേജ് റീനൽ ഡിസീസ്. ഈ R അതാണ് റൈഫിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ എളുപ്പമാണ്. അപ്പൊ എന്തോരും R എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ്. ഗ്ലോമറുല ഫിൽട്രേഷൻ റേറ്റിന്റെ ക്രൈറ്റീരിയ ഉണ്ട്. യൂറിൻ ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ GFR മെഷർ ചെയ്തു. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇൻക്രീസ്ഡ് ക്രിയാറ്റിന് 1.5 ടൈംസ് അല്ലെങ്കിൽ GFR റിഡ്യൂസ് ബൈ 25%. അങ്ങനെയാണെങ്കിൽ അത് ഈ എന്താണ് റിസ്കിൽ നിന്നുള്ള ഫേസിലാണ്. ഈ റൈഫിൾ ക്രൈറ്റീരിയന്റെ റിസ്ക് ഓഫ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ് അപ്പോൾ ഉള്ളത്. GFR ഡിക്രീസിങ് 25%, ഇഞ്ചുറി ആണെങ്കിൽ GFR ഡിക്രീസിങ് 50%, ഫെയിലിയർ ആണെങ്കിൽ GFR ഡിക്രീസിങ് 75%. ഓക്കെ. പിന്നെ ഈ GFR കൂടെ തന്നെ ക്രിയാറ്റിനും കൂടെ മെഷർ ചെയ്യുക. ക്രിയാറ്റിന് 1.5% താഴെയാണെങ്കിൽ ഇൻക്രീസ് ഇൻ 1.5% ആണെങ്കിൽ റിസ്ക്, പിന്നെ 2 ടൈംസ് ആണെങ്കിൽ ഇഞ്ചുറി, 3 ടൈംസ് ആണെങ്കിൽ ഫെയിലിയർ. ഓക്കെ, അത്ര ഓർക്കാലോ. പിന്നെ എത്രയാണ് നമ്മുടെ ആദ്യത്തെ GFR ക്രൈറ്റീരിയ? അതിനകത്ത് ക്രിയാറ്റിനെ മെഷർ ചെയ്യും, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റും നമ്മൾ നോക്കും. ഓക്കെ. പിന്നെ ഇതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഈ ഫെയിലിയർ എന്നുള്ള ഫേസിലെ ആ ഒരു ഫേസിൽ 3 ടൈംസ് ഇൻക്രീസിങ് ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ ടോട്ടൽ ക്രിയാറ്റിൻ മോർ ദാൻ 4 mg/dL ആവുക ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ഫെയിലിയർ എന്നുള്ളൊരു ഫേസ്. യൂറിൻ ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് ഇതിന് സെയിം ആയിട്ട് തന്നെ റിസ്ക്, ഇഞ്ചുറി, ഫെയിലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ RIF. അപ്പൊ അതിനകത്ത് less than 0.5 ml/kg/hour ആണെങ്കിൽ in 6 hours. Urine output less than 0.5 ml/kg/hour in 6 hours ആണെങ്കിൽ ഈ റിസ്ക് ഫസ്റ്റത്തേതില്. പിന്നെ ഇഞ്ചുറി നടക്കണമെങ്കിൽ less than 0.5 സെയിം തന്നെ 12 hours. ഫെയിലിയർ നടക്കണമെങ്കിൽ less than 0.3 ആണ് in 24 hours അല്ലെങ്കിൽ ടോട്ടൽ ആബ്സെന്റ് 12 hours ആണെങ്കിൽ ഫെയിലിയർ. ഓക്കെ. നമുക്ക് ഇതിന് എന്തൊക്കെ വെച്ചിട്ടാണ്? GFR ക്രിയാറ്റിനിൻ വെച്ചിട്ട്, യൂറിൻ ഔട്ട്പുട്ട് വെച്ചിട്ട്. GFR എങ്ങനെ ഡിവൈഡ് ചെയ്യാം? GFR ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഹലോ, കട്ടായി ഇടയ്ക്ക്. എവിടം വരെ കേട്ടു? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ടായി പോയായിരുന്നു. റൈഫിളോട്ട് പറഞ്ഞാൽ മതിയോ? റൈഫിൾ ക്രൈറ്റീരിയ. ഓക്കെ. GFR ക്രിയാറ്റിനിന്റെ ആണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂറിൻ ഔട്ട്പുട്ട് ക്രൈറ്റീരിയ. GFR ക്രിയാറ്റിനകത്ത് RIF ഇത്രയുമാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ ഒരു ഫേസിനകത്ത്. പിന്നെ LEയും രണ്ടാമതാ പറയാം. RIFനകത്ത് GFR എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ മോർ ദാൻ 25% ആണെങ്കിലോ, അല്ലെങ്കിൽ GFR അടുത്ത ഫേസിൽ വരുമ്പോൾ GFR മോർ ദാൻ 50 ആവും, 25-50 ആവും. പിന്നെ അത് 75% ഡിക്രീസ് ഇൻ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, അതാണ് RIF. പിന്നെ ക്രിയാറ്റിനിൻ വെച്ചിട്ടാണെങ്കിൽ ക്രിയാറ്റിനിൻ മൾട്ടിപ്ലൈ ആവുക 1.5 ടൈംസ്, 2 ടൈംസ്, 3 ടൈംസ്. ഓക്കെ. അല്ലെങ്കിൽ ഈ എഫിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എഫിനകത്ത് ഒന്നെങ്കിൽ 3 ടൈംസ് അല്ലെങ്കിൽ മോർ ദാൻ 4 mg/dL. കേട്ടായോ? ഇല്ല, പറഞ്ഞോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. യൂറിൻ ഔട്ട്പുട്ട് ആണെങ്കിൽ ലെസ് ദാൻ 0.5, ആദ്യത്തിൽ ലെസ് ദാൻ 0.5, ആദ്യത്തിൽ ലെസ് ദാൻ 0.5 ലെസ് ദാൻ 5 in 6 hours ആണെങ്കിൽ റിസ്ക്, ലെസ് ദാൻ 0.5 in 12 hours ആണെങ്കിൽ ഇഞ്ചുറി, ലെസ് ദാൻ 0.3 in 24 hours അല്ലെങ്കിൽ കംപ്ലീറ്റ് അന്യൂറിയ ആണെങ്കിൽ നമ്മൾ ഫെയിലിയർ എന്ന് പറയും. പിന്നെ എല്ലും ഇയും ആണെങ്കിൽ പെർസിസ്റ്റന്റ് റീനൽ ഫെയിലിയർ ഫോർ 4 weeks. പെർസിസ്റ്റന്റ് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഫോർ 4 weeks ആണെങ്കിൽ ലോസ് എന്ന് പറയാം. എൻ സ്റ്റേജ് ആണെങ്കിൽ ഇപ്പൊ എന്താ മോർ ദാൻ 3 months. കേട്ടായോ? ഇല്ല.
മോർ ദാൻ 3 months ആണെങ്കിൽ എൻ സ്റ്റേജ്. ഇപ്പൊ 3 മാസമായിട്ടും റീനൽ ഇഞ്ചുറി ഉണ്ട്, ഫംഗ്ഷൻ ഒന്നും ഇല്ല, ലോസ് തന്നെയാണ്, അങ്ങനെയാണെങ്കിൽ എൻ സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയാം. ഓക്കെ, 4 weeks 3 months. ഓക്കെ, പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ AKIN ക്ലാസിഫിക്കേഷൻ. അതൊന്നുമില്ല, ഈ ആദ്യത്തെ 3 ഇല്ലേ, ഇത് 1, ഇത് 2, ഇത് 3, അതിന്റെ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. AKIN ക്ലാസിഫിക്കേഷൻ, അതായത് 1.5 times ക്രിയാറ്റിനിൻ ആണെങ്കിൽ AKIN 1, 2 times ക്രിയാറ്റിനിൻ ആണെങ്കിൽ AKIN 2, 3 times ആണെങ്കിൽ AKIN 3. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരുന്നത്. പിന്നെ ഒരു ഡിഗോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല, വേണ്ടെന്നാണ്. നമുക്ക് മെയിനായിട്ട് ഇത്ര പഠിക്കാം. ഓക്കെ, ഹലോ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും പേഷ്യന്റ് പ്രസന്റ് ചെയ്യാം? ഇത് നമുക്ക് ചുമ്മാ എഴുതാവുന്ന സാധനമാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഒളിഗോ അല്ലെങ്കിൽ അന്യൂറിയ ഉണ്ടാവും. ഫിൽട്രേഷൻ നടക്കുന്നില്ല, അപ്പോൾ ഒളിഗോ അന്യൂറിയ ഉണ്ടാവും. സംടൈംസ് നോൺ ഒളിഗോറിക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാവാം. അതിന്റെ അത് എപ്പോഴൊക്കെ ഉണ്ടാവണമെന്ന് വെച്ചാൽ നെഫ്രോടോക്സിക് ചില നെഫ്രോടോക്സിസിറ്റി കോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ് കൊണ്ടിട്ടാണെങ്കിലും നോർമൽ യൂറിൻ ഔട്ട്പുട്ട് ആയിരിക്കും. അത് വേണമെന്ന് പറഞ്ഞുകൂടാ, അത് എവിടെയോ കണ്ടായിരുന്നു. നെഫ്രോടോക്സിസിറ്റി അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ്, അവിടെയൊക്കെ നോൺ ഒളിഗോറിക് റീനൽ ഫെയിലിയർ ആണ് ഉണ്ടാവുക. പിന്നെ പ്രീ റീനൽ ആണെങ്കിൽ പേഷ്യന്റ് പ്രസന്റ് ചെയ്യാൻ എന്തായിരിക്കും? ഹൈപ്പോവോളിയം അല്ലേ മെയിൻ കോസ്, അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പിന്നെ മറ്റേത് റാസ് ഒക്കെ പോയിട്ട് ടാക്കിക്കാർഡിയ ഉണ്ടാവും. പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാവും. കിടന്നാലും ഹൈപ്പോടെൻഷൻ തന്നെ. സാധാരണ ബാക്കി അങ്ങനത്തെ കാര്യങ്ങളില് കിഡ്നി ഇഞ്ചുറി, വെയിറ്റ് ലോസ് അതൊക്കെ ഉണ്ടാവാം. പോസ്റ്റ് റീനലില് സിംറ്റംസ് റിലേറ്റഡ് ടു പോസ്റ്റ് റീനൽ കേസസ്. ക്യാൻസർ ആണെങ്കിൽ ബ്ലഡ് ക്യാൻസറോ പ്രോസ്റ്റേറ്റ് ക്യാൻസറോ അല്ലെങ്കിൽ സ്റ്റോൺ ആണെങ്കിൽ അതിന്റെ പെയിന്, അങ്ങനത്തെ സ്ട്രിക്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് വേണ്ട. ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കോംപ്ലിക്കേഷൻ. ഒന്ന് ഹോൾഡ് ചെയ്യോ? ആടാ. ഹലോ. ആന്റി പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഓക്കെ, ഇനി കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സീരിയസ് യൂറിനിക് മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും. നമ്മൾ യൂറിയയും ക്രിയാറ്റിനൊക്കെ കൂടിയിട്ട് അങ്ങനെ യൂറിയ ബ്രെയിനിലൊക്കെ പോകാതെ എൻകെഫലോപ്പതി കൺവേർഷൻസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ പെരികാർഡൈറ്റിസ്, ഷോക്ക് ഉണ്ടാവാം, കോയഗുലോപ്പതി, ഹൈപ്പർ കലീമിയ, ഹൈപ്പോനെട്രീമിയ, മെറ്റബോളിക് അസിഡോസിസ്, ഫ്ലൂയിഡ് ഓവർലോഡ്, പൾമണറി എഡിമ, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അത് ട്രീറ്റ്മെന്റ് വരുമ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കോംപ്ലിക്കേഷൻസ്. അപ്പൊ നമ്മുടെ ഈ മെയിൻ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഇപ്പം ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെന്താ, കോംപ്ലിക്കേഷൻ ട്രീറ്റ് ചെയ്യണം. കോംപ്ലിക്കേഷൻ കൊണ്ടാണ് പേഷ്യന്റ് കൂടുതലായിട്ട് മരിച്ചു വേണം. അപ്പൊ നമ്മൾ കോംപ്ലിക്കേഷൻ വേണ്ടി ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ നല്ലതായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻസ് പറയുമ്പോൾ ജനറൽ ആയിട്ട് എന്തൊക്കെ നോക്കുക? എല്ലാ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ CBC, മറ്റേ ഹീമോഗ്ലോബിൻ, ടോട്ടൽ കൗണ്ട്, BC, ആ സാധനങ്ങളൊക്കെ എല്ലാവർക്കും നോക്കാം. പിന്നെ യൂറിയ ക്രിയേറ്റിനിൻ, കിഡ്നി ആയിട്ട് നമുക്ക് യൂറിയ ക്രിയേറ്റിനിൻ ഒക്കെ നോക്കണമല്ലോ, അപ്പൊ അതൊക്കെ ഹൈലി എലിവേറ്റഡ് ആയിരിക്കും. ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ്സും ചെക്ക് ചെയ്യാം. സോഡിയം, പൊട്ടാഷ്യം, ഫോസ്ഫേറ്റും കാൽഷ്യം ഒക്കെ. ഹൈപ്പോഫോസ്ഫറ്റീമിയ, പൊട്ടാഷ്യം കൂടും സോഡിയം കുറയും, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ കിഡ്നി ഇഞ്ചുറിയിൽ. പിന്നെ pH നോക്കാം. മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി pHും ബൈകാർബണേറ്റിന്റെ ലെവലൊക്കെ നോക്കാം. പ്രീ റീനലായിട്ട് ഇപ്പൊ ഒരു ഹൈപ്പോവോളിയമിയ കൊണ്ട് ഇപ്പൊ ഒരു ഹിസ്റ്ററി പറഞ്ഞു. ഓക്കെ, അങ്ങനത്തെ ഒരു പേജ് ആദ്യം നമുക്ക് ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യണം. കോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നെങ്കിൽ അക്യൂട്ട് കേസ് ആയിരിക്കും, പേഷ്യന്റ് പെട്ടെന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇത് ഇപ്പൊ ഉണ്ടായ കേസാണോ അല്ലെങ്കിൽ ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടായിട്ട് ഇതിലെന്തെങ്കിലും പെട്ടെന്ന് ഇത് വന്നിട്ട് അക്യൂട്ട് ആയതാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അക്യൂട്ട് കേസ് ഒക്കെ ആണെങ്കിൽ ഹൈപ്പോവോളിയം, ഇപ്പൊ ഡയറിയ, വോമിറ്റിംഗ്, ബോൺസോ, ഹെമറേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ക്രോണിക് യൂസ് ഓഫ് NSAID, ഡയററ്റിക്സിന്റെ ഒക്കെ ഉപയോഗം ഉണ്ടോ, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് സെപ്സിസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഏതെങ്കിലും അങ്ങനത്തെ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ട്രോമ,
ഫ്ലാങ്ക് പെയിൻ, കിഡ്നി ഇഞ്ചുറി, പിന്നെന്താ പോസ്റ്റ് റീനലാണെങ്കിൽ അതിന്റെ സിംറ്റംസ് എല്ലാം ഉണ്ടോ, അങ്ങനെ നമുക്ക് എന്താണ് കോസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പ്രീ റീനൽ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്, നമ്മൾ സോഡിയം ലെസ് ദാൻ 20 മില്ലിമോൾ ആയിരിക്കും. കാര്യം എന്താ, ഇവിടെ കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ല, കിഡ്നി നോർമലാണ്, ആ പെർഫ്യൂസ് ചെയ്യുന്നില്ലെന്നുള്ള ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ കേട്ടോ, ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ സംഭവം റിവേഴ്സിബിൾ ആണ്, പെർഫ്യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ കിഡ്നിക്കകത്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, റീഅബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നുണ്ടാവും. ഹലോ, ക്ലിയറാന്ന് വിചാരിക്കാം. അപ്പൊ റീഅബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്. യൂറിൻ സോഡിയം ലെസ് ദാൻ 20 മില്ലിമോൾ പെർ ലിറ്റർ ആയിരിക്കും. യൂറിൻ സോഡിയം അത്രയും കൂടുന്നില്ല. യൂറിനിൽ ഇപ്പൊ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കുറച്ചെങ്കിലും ഫിൽറ്റർ ചെയ്താൽ അത് അത്രയും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് കുറെ. യൂറിൻ സോഡിയം ലെസ് ദാൻ 20 മില്ലിമോൾ പെർ ലിറ്റർ. ഓസ്മോലാലിറ്റി കൂടുതലായിരിക്കും, കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, കാരണം റീഅബ്സോർപ്ഷന് കുഴപ്പമൊന്നുമില്ല, കിഡ്നിയുടെ ട്യൂബ്യൂൾസിനൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് പ്രീ റീനലിനകത്ത് യൂറിൻ സോഡിയം ഓസ്മോലാലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഈ സാധനം ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം, അതാണ് അത് ലെസ് ദാൻ 1% ആയിരിക്കും. കാര്യം എന്താ, റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട 3 കാര്യങ്ങൾ. അപ്പൊ എല്ലാ കേസിനകത്ത് നമുക്ക് ഇത് നമ്മൾ നോക്കണം, ഫ്രാക്ഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം, യൂറിൻ സോഡിയവും പിന്നെ ഓസ്മോലാലിറ്റി. അപ്പം ഇപ്പൊ നമ്മൾ പ്രീ റീനൽ ആണെങ്കിൽ റാപ്പിഡ്ലി റിവേഴ്സിബിൾ കേസാണ്, ബിക്കോസ് നമ്മുടെ ട്യൂബ്യൂൾസിനൊന്നും കുഴപ്പമില്ല, ഇൻടാക്ട് റീനൽ ട്യൂബുലർ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവും അവർക്ക് നോർമൽ ആയിട്ട് തന്നെ സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷനും ഉണ്ടാവും. അപ്പൊ അതൊരു ഫംഗ്ഷണൽ ഒളിഗ്യൂറിയ എന്ന് പറയാം കേട്ടോ, അത് റിവേഴ്സിബിൾ ആയിട്ടൊരു ഒളിഗ്യൂറിയ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഈ 3 സാധനങ്ങൾ നോക്കുമ്പോൾ യൂറിൻ സോഡിയം റീഅബ്സോർപ്ഷൻ ഉള്ളതുകൊണ്ട് കുറവായിരിക്കും, ഓസ്മോലാലിറ്റി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, കൂടുതലായിരിക്കും, പിന്നെ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ സോഡിയം കുറവായിരിക്കും, യൂറിയ ക്രിയാറ്റിനിൻ കൂടുതലായിരിക്കും, കാരണം ബ്ലഡ് അങ്ങോട്ടേക്ക് അധികം എത്തുന്നില്ല. അപ്പം ബ്ലഡിനകത്ത് എല്ലാ യൂറിയക്കും കൂടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് യൂറിയ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് തന്നെ ഇരിക്കും. പിന്നെ യൂറിൻ അനാലിസിസിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വരില്ല, ബ്ലാൻഡ് ആയിട്ടിരിക്കാം. റീനൽ ആണെങ്കിൽ ഈ സെയിം സാധനം തന്നെ നമ്മൾ 4 നേരത്തെ പഠിച്ചില്ലായിരുന്നു, അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ്, ഗ്ലോമെറുലർ കോസസ്, ട്യൂബുലർ ഇൻഡസ്ട്രീഷ്യലും വാസ്കുലർ കോസസും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ്, എന്തെങ്കിലും ഡ്രഗ്സിന്റെ ഒക്കെ ഹിസ്റ്ററി ഒക്കെ പറയുകയാണെങ്കിൽ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് വരും, സെപ്സിസോ എന്തെങ്കിലും ഡ്രഗ്സിന്റെയോ, അല്ലെങ്കിൽ എന്താ റാബ്ഡോമയോലൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മസിലിന്റെ ഒക്കെ ഇതൊക്കെ വരുമ്പോൾ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു റീനൽ കോസ് അല്ലേ, ഇപ്പൊ റീനൽ കോസിൽ എല്ലാത്തിലും നമുക്ക് 3 കാര്യം കേട്ടോ, സോഡിയം, ഓസ്മോലാലിറ്റി, എക്സ്ക്രീഷൻ, അത് ഭയങ്കര ആയിട്ട് എഴുതണം. അപ്പൊ ഈ നമ്മുടെ റീനൽ പത്തോളജിയിൽ എന്താ പ്രശ്നം, ഇമ്പയർഡ് ട്യൂബുലർ ഫംഗ്ഷൻ ആയിരിക്കും, ട്യൂബ്യൂൾസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോ ഫിൽറ്റർ ആയെങ്കിൽ തന്നെ അതൊന്ന് ഇങ്ങോട്ടേക്ക് റീഅബ്സോർപ്ഷൻ നടക്കില്ല, അതുകൊണ്ട് കുറെ സോഡിയം പോകും, കുറെ വാട്ടർ ലോസും വരും, അപ്പൊ ഡൈല്യൂട്ടഡ് യൂറിൻ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് 3 ചെക്ക് ചെയ്യണം, എന്നാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ യൂറിൻ സോഡിയം കൂടുതലായിരിക്കും, മോർ ദാൻ 40 മില്ലിമോൾസ് പെർ ലിറ്റർ, റീഅബ്സോർപ്ഷൻ ഉണ്ടാകത്തുണ്ട്. ഓസ്മോലാലിറ്റി കുറവായിരിക്കും, ഡൈല്യൂട്ടഡ് യൂറിൻ ആയിരിക്കും. പിന്നെ സോഡിയം കൂടുതൽ തന്നെ ആയിരിക്കും. യൂറിയ ക്രിയാറ്റിനും കൂടുതലായിരിക്കും, പക്ഷെ മറ്റേതിന്റെ അത്രയും ഉണ്ടാവില്ല, എന്നാലും ഇതിനകത്ത് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ യൂറിൻ അനാലിസിസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ട്യൂബ്യുലർ നെക്രോസിസ് അല്ലെ, ട്യൂബ്യൂൾസിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ ഈ ട്യൂബ്യൂൾസിന്റെ നെക്രോട്ടൈസ്ഡ് ട്യൂബ്യുലർ സെൽസും പിന്നെ കുറച്ച് ബ്ലഡിന്റെ ഹീമും കൂടെ ചേർന്നിട്ട് നമ്മൾ യൂറിനിൽ നോക്കുമ്പോൾ ഡെൻസ് ഗ്രാനുലർ മഡി ബ്രൗൺ കാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യൂറിൻ അനാലിസിസിൽ. പിന്നെ ഇവർക്ക് ഇപ്പൊ റാബ്ഡോമയോലൈസിസ് കൊണ്ട് ഉണ്ടായ റിനൽ ഡാമേജ് ആണ് അർലേറ്റിൻ കൈനേസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയാണ് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസിന്റെ ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, പിന്നെ ഗ്ലോമറുലയുടെ ആണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ, ഈ സോഡിയം എന്താണ് അത്രയും ഉണ്ടാവില്ല, കുറവായിരിക്കും. ഓസിറ്റി, മറ്റേ ഫ്രാക്ഷൻ എക്സ്ട്രീഷൻ സോഡിയം, യൂറിയ ക്രിയാറ്റിനും എല്ലാ യൂറിൻ അനാലിസിസ് ഒക്കെ അതേപോലെ തന്നെ ആയിട്ട് അതിന്റെ കൂടെ ഗ്ലോമറുലറിലും ഗ്ലോമറുലർ. അപ്പം നമ്മള് എന്താ പ്രോട്ടീൻയൂരിയ ഹെമച്യൂരിയ ഉണ്ടാവും, കഴിഞ്ഞ സിൻഡ്രോം അതിനകത്ത് പറഞ്ഞ പ്രോട്ടീൻയൂരിയ ഹെമച്യൂരിയ, RBC കാസ്റ്റ്, ഡിസ്മോർഫിക് RBC, റഷ്യൻ എന്നുള്ള പറഞ്ഞാണ് അതൊക്കെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ സ്ക്രീനിങ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ANCA ആന്റിബോഡി, അത് അക്യൂട്ട് റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസിനകത്ത് വാസ്കുലൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഈ ANCA ആന്റിബോഡി ഉണ്ടാവും. പിന്നെ GBM ആന്റിബോഡി നമ്മൾ സ്ക്രീൻ ചെയ്യണം. അതെന്തിനാണ്, ഗുഡ് പാസ്ചർ സിൻഡ്രോം, ഗ്ലോമറുലർ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ് GBM എന്ന് പറയുന്നത്, GBM ആന്റിബോഡി. പിന്നെ ANA C3C4 SLE, അതിനകത്തൊക്കെ ഹെനോക്സോണ്ടിയം പെർപ്യൂറ SLEക്കകത്തൊക്കെ ഉള്ള ANA C3C4 ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി C3C4. കേട്ടായോ? പിന്നെ ASO
പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണെങ്കിൽ ASO ടൈറ്റർ നോക്കുക, ആന്റി സ്ട്രെപ്റ്റലൈസിനോ ടൈറ്റർ. അതൊക്കെയാണ് ഇമ്മ്യൂണോളജിക്കൽ സ്ക്രീനിങ് നടക്കുക, എന്താണ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസിന്റെ കോസ് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസും HIV ഒക്കെ ഇത് നമുക്ക് കോസ് ചെയ്യാം, അപ്പൊ അതൊക്കെ നോക്കാം. പിന്നെ റീനൽ ബയോപ്സി, അത് ഇമ്പോർട്ടന്റ് ആണ്. ബയോപ്സി എല്ലാ കേസിലും ചെയ്യില്ല, പക്ഷെ ഗ്ലോമറുലർ നെഫ്രൈറ്റിസിനകത്ത് നമുക്കത് കൺഫർമേറ്ററി ആണ്. ഓക്കെ, ബയോപ്സി എടുക്കുക. ആർക്ക് ചെയ്യും? റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് അല്ലെങ്കിൽ നോൺ റിസോൾവിംഗ് ആയിട്ട് കുറെ നാൾ എടുക്കുന്ന ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, ഓട്ടോഇമ്മ്യൂൺ ആയിട്ടുള്ള കേസസ്, ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ്, അതൊക്കെ കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ ബയോപ്സി ചെയ്യണം. അപ്പൊ ഗ്ലോമറുലർ കോസിനകത്ത് നമ്മൾ എപ്പോഴും ബയോപ്സി ചെയ്താൽ. പിന്നെ പെരിഫറൽ സ്മിയർ എടുക്കുക. പെരിഫറൽ സ്മിയർ ആണെങ്കിൽ എന്നൊരു മാൽഷീഡ് ആയിട്ടുള്ള RBC ആണ് തോന്നുന്നത്, അത് ഹീമോറേറ്റിക് യൂറിനിക് സിൻഡ്രോമിൽ ഉണ്ടാവണം. പിന്നെ പെരിഫറൽ സ്മിയറിൽ നമുക്ക് അനീമിയ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാമല്ലോ. ബ്ലഡ് കോമ്പണൻസ് ഒക്കെ നോക്കാം, ല്യൂക്കോസൈഡ്, WBC കൂടിയിട്ടുണ്ടോ, ഇൻഫെക്ഷൻസ്, അതൊക്കെ നമുക്ക് പെരിഫറൽ സ്മിയറിൽ നമുക്ക് നോക്കാം. പിന്നെ ട്യൂബിലോ ഇൻഡസ്ട്രീഷ്യൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യണം. ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസിലാണെങ്കിൽ നമ്മൾ യൂറിൻ അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ഡിപ്സ്റ്റിക്, യൂറിൻ അനാലിസിസിനകത്ത് ഡിപ്സ്റ്റിക്കും മൈക്രോസ്കോപ്പിയാണ് കാണിച്ചത്. ഇതുണ്ടോ, ഇതാണ് യൂറിൻ അനാലിസിസ്. അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക ഡിപ്സ്റ്റിക്കും മൈക്രോസ്കോപ്പിയാണ്. പിന്നെ അല്ലാണ്ട് ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ സോഡിയം നേരത്തെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. മെയിൻ ആയിട്ട് ഡിപ്സ്റ്റിക്കും മൈക്രോസ്കോപ്പിയും. ഡിപ്സ്റ്റിക്കിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, എല്ലാം എഴുതണമെന്നൊന്നും അറിയില്ല കേട്ടോ. കളർ, ക്ലാരിറ്റി, pH, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ബിലിറുബിൻ, അതൊക്കെയാണ് ഡിപ്സ്റ്റിക്കിനകത്ത്. പിന്നെ മൈക്രോസ്കോപ്പിയിൽ RBC, WBC, കാസ്റ്റ് ഒക്കെ ഉണ്ട്, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ യൂറിൻ അനാലിസിസിനകത്ത് നോക്കുക, മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്യൂബിലെ ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസിലാണെങ്കിൽ ഡിപ്സ്റ്റിക്കിനകത്ത് മൈൽഡ് ആയിട്ടുള്ള പ്രോട്ടീനൂറിയ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ മൈക്രോസ്കോപ്പി നോക്കുമ്പോഴാണെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഇൻഫെക്ഷൻ, അപ്പൊ ഡ്രഗ്സ് കോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില ഏജൻസ് ഒക്കെ ആണെങ്കിൽ ഇത് കോസ് ചെയ്യുമ്പോൾ ല്യൂക്കോസൈറ്റോസിസ്, അപ്പൊ എല്ലാ കേസിനകത്തും WBC കൂടുമല്ലോ, ന്യൂട്രോഫിൽസ് കൂടും ഇതിനകത്ത്. നേരത്തെ പറഞ്ഞില്ലേ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്ന ആദ്യം വരുന്ന ഏജന്റ് ന്യൂട്രോഫിൽ, അപ്പം ന്യൂട്രോഫിൽസ് കൂടും. പിന്നെ ഈ ഡ്രഗ്സ് ആണെങ്കിൽ അലർജിക് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് ഉണ്ടാക്കും, അപ്പം ഈസിനോഫിൽസ് കൂടും. പിന്നെ ഈ ല്യൂക്കോസൈറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് WBC, ഫാസ്റ്റും ക്രിസ്റ്റൽസ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും ട്യൂബുലർ ഇൻഡസ്ട്രീഷ്യലിനകത്ത്. പിന്നെ പറഞ്ഞു ഫോർത്ത് കോസ് ആണ് റീനലിന്റെ വാസ്കുലാർ എന്ന് പറയുന്നത്. വെസലിന്റെ എന്തെങ്കിലും പെത്തോളജി കൊണ്ടിട്ടായിരിക്കുമല്ലോ വാസ്കുലാർ ഉണ്ടാണ്. അപ്പൊ നമുക്ക് യൂറിൻ അനാലിസിസിനകത്ത് ഒന്നെങ്കിൽ നോർമൽ ആയിരിക്കും, അവർക്ക് അങ്ങനെ ലിപ്സ്റ്റിക് വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ മൈൽഡ് ഹെമച്യൂരിയ ഉണ്ടാവും. പിന്നെ C3, C4 കോംപ്ലിമെന്റ്സ് ആണ്. അപ്പൊ അവരെന്ത് എംബോളെ, കൊളസ്ട്രോൾ എംബോളെ ഒക്കെ ഉണ്ട്. കൊളസ്ട്രോൾ എംബോളെ എപ്പോഴും ഉണ്ടാവുന്ന വെച്ചാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മളൊരു റീനൽ ആൻജിയോഗ്രഫി എല്ലാം ചെയ്തു, എന്നിട്ട് നമ്മൾ യൂറിൻ അനാലിസിസിന് C3, C4 ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിരിക്കും. ഒന്നെങ്കിൽ കാര്യം കൊളസ്ട്രോൾസ് നമ്മൾ ആൻജിയോഗ്രഫി സാധനങ്ങൾ ഇടുമ്പോഴേക്കും വേണമെങ്കിൽ കൊളസ്ട്രോൾ അവിടെ എംബോളെ ആയിട്ട് അവിടെ വന്നിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ മൈക്രോ ആൻജിയോപ്പതി, ത്രോംബോട്ടിക് മൈക്രോ ആൻജിയോപ്പതിയിലെ കേസിനകത്തൊക്കെ, ത്രോംബോസിസ് വരുന്ന കേസിനകത്തൊക്കെ